ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംകൂടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വൈൽ ലൂപ്പ് എന്നാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ എങ്ങനെയാണ് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള എന്ത് നമ്മൾ ട്രൂ പാസ് പഠിച്ചിട്ടുണ്ട്, കണ്ടിന്യൂ പഠിച്ചിട്ടുണ്ട്, ബ്രേക്ക് പഠിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ രണ്ടാമത്തെ ലൂപ്പ് ആയിട്ടുള്ള വൈൽ ലൂപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, വൈൽ ലൂപ്പിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ എത്ര കാലം ട്രൂ ആവുമോ അത്രയും കാലം അതിൻ്റെ അകത്തുള്ള ലോജിക്ക് വർക്ക് ആയിക്കൊണ്ടിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. സോ വൈൽ എന്ന് പറഞ്ഞിട്ട് കീവേഡിന് ശേഷം ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷന്റെ അകത്ത് ഈ കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓ ഫാൾസോ ആയിരിക്കും. സോ ഇത് ട്രൂ ആവുന്ന കാലത്തോളം ഇതിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കോഡ് റിപ്പീറ്റഡ്ലി ചെയ്യാനുള്ള ഒരു കോഡ് എഴുതി കൊടുക്കുന്നുണ്ടാവും. സോ ഇത് ട്രൂ ആവുന്ന കാലത്തോളം ഇതിങ്ങനെ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇത് എക്സിക്യൂട്ട് ആവും, വീണ്ടും അതിൻ്റെ അകത്ത് വരും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണോ ഫോൾസ് ആണോ. അപ്പോൾ വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണോ ഫോൾസ് ആണോ. അങ്ങനെയായിരിക്കും ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി കണ്ടീഷൻ ഇതിന് പകരം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ട്രൂ എഴുതി കൊടുക്കാം. ഓക്കെ, വൈൽ ട്രൂ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ഹലോ. സോ ഇപ്പൊ എന്താ സംഭവിക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൽ ലൂപ്പിന്റെ അകത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആദ്യം ഈ കണ്ടീഷൻ ട്രൂ ആണോ ചെക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ഹാർഡ് കോഡ് ഇത് ട്രൂ കൊടുത്തേക്കുക. സോ എന്ത് ചെയ്യും, അത് വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. എഗെയിൻ വീണ്ടും ഇവിടെ വരും, കണ്ടീഷൻ എന്താ ട്രൂ ആണ്, വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. എഗെയിൻ വീണ്ടും ചെക്ക് ചെയ്യും, ട്രൂ ആണ്, ഹലോ വേൾഡ് വീണ്ടും ചെക്ക് ചെയ്യും, ട്രൂ. സോ ഇത് റൺ ചെയ്ത് എന്താ കിട്ടുക, ഇത് റൺ ചെയ്താൽ നമുക്കൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എൻഡ് ഉണ്ടാവില്ല. കാരണം ട്രൂ എന്നിവിടെ ഡയറക്ട്ലി നമ്മൾ ട്രൂ ഹാർഡ് കോഡ് എഴുതി കൊടുത്തത് കാരണം കൊണ്ട് ഇത് എപ്പോഴും എന്ത് ചെയ്യും, ആദ്യം ഇവിടെ ട്രൂ ആണോ ചെക്ക് ചെയ്തു, യെസ് ട്രൂ ആണ്, വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. എഗെയിൻ ട്രൂ ആണോ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ്, വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. സോ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്, ഇത് നിൽക്കൂല. സോ ഇതാണ്, ഇങ്ങനെയാണ് അതിന്റെ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ ലോജിക്, എങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമുക്ക് നിർത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു കണ്ടീഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാണ് എക്സ്. ഓക്കെ, ഇവിടുത്തെ ഒരു കണ്ടീഷണൽ, ഇവിടെ ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കണം. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ നമുക്ക് 5 എന്ന് കൊടുക്കാം. ഇപ്പൊ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഓ ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുക, ആദ്യം എക്സിന്റെ വാല്യൂ 1 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ് അതെ 1 ലെസ് ദാൻ 5 ആണോ, അതെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ഈ തിരിച്ചു വരുന്നു, വീണ്ടും എക്സിന്റെ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല, 1 തന്നെയാണ്, 1 ലെസ് ദാൻ 5 ആണ്, അതെ വീണ്ടും ഹലോ പ്രിന്റ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ് കിട്ടുന്നത്. സോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിന്റെ വാല്യൂ മോഡിഫൈ ചെയ്തെന്ന് സംഭവിക്കും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, എക്സിന്റെ വാല്യൂ മാറ്റി, ഇപ്പൊ റൺ ചെയ്ത് നോക്കാം. നൈസ്, ഇപ്പൊ എന്താ സംഭവിച്ചേ, 1 2 3 4 തവണ കിട്ടിയിട്ടുള്ളൂ. അതെന്താ റീസൺ. സോ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ 1 ആണ്, ആദ്യത്തെ എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ 5 ഇസ് ഈക്വൽ ടു, സോറി ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ തൊട്ടപ്പം തന്നെ നമ്മൾ എക്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു അല്ലെ, എക്സിന്റെ വാല്യൂ 1ൽ നിന്ന് 1നോട് 1 കൂട്ടിയ 2 ആക്കി. അപ്പം എഗെയിൻ നെക്സ്റ്റ് ലൂപ്പിൽ, നെക്സ്റ്റ് ഐട്രേഷനിൽ ഇവിടെ വരുന്ന സമയത്ത് എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ 2 ആയിരിക്കും. സോ 2 ലെസ് ദാൻ 5 അല്ലേ, അതെ. അപ്പോൾ വീണ്ടും പ്രിന്റ് ചെയ്യുന്നു. അടുത്ത ഐട്രേഷനിൽ 3 ആയിരിക്കും, അടുത്ത ഐട്രേഷനിൽ 4 ഇവിടെ 5 ആയിക്ക് എന്ത് സംഭവിക്കുന്നു, 5 ലെസ് ദാൻ 5 ആണ്, അല്ല. സോ അവിടെ വെച്ച് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. സോ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം, എക്സിറ്റഡ് ഫ്രം ലൂപ്പ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓ what happened. ഓ ചെറിയൊരു സിൻടാക്സ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കാം. ഓ നൈസ്, എന്താ സംഭവിച്ചത്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എക്സിന്റെ വാല്യൂ 1 വരുന്നു, ഒരു തവണ പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ കൂടെ വേണമെങ്കിൽ ഒന്ന് പ്രിന്റ് ചെയ്യാം. സോ എക്സ് കോമ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ നൈസ്. സോ എന്ത് കിട്ടി, ആദ്യം എക്സിന്റെ വാല്യൂ 1 ആയിരുന്നു, എന്ത് ചെയ്യുന്നു, 1 ഹലോ പ്രിന്റ് ചെയ്യുന്നു. എക്സിനെ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു, എക്സിൽ നിന്ന് ഒന്ന് കൂട്ടിയ 1ൽ നിന്ന് ഒന്ന് കൂട്ടി 2 കിട്ടുന്നു. സോ അടുത്ത 2 ലെസ് ദാൻ 5 ആണോ, അതെ, വീണ്ടും 2 ഹലോ പ്രിന്റ് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ 3 ആക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 3 ഹലോ പ്രിന്റ് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ 4 ആക്കുന്നു, 4 ഹലോ പ്രിന്റ് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ 5 ആക്കുന്നു. എക്സിന്റെ വാല്യൂ 5 ആക്കുന്ന സമയത്ത് ഇവിടെ 5 ലെസ് ദാൻ 5 വരും, ഇത് ഫോൾസ് ആണ്. സോ ഫോൾസ് വരുന്ന സമയത്ത് എന്ത് വരും, നേരെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ വൈൽ ലൂപ്പിൽ നിന്ന്
പുറത്ത് കിടക്കുന്നു. അതിനുശേഷം നമുക്ക് അവസാനത്തെ ലൈനായിട്ടുള്ള എക്സിറ്റ് ഫ്രം ലൂപ്പ് പ്രിന്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. ഇതാണ് വൈൽ ലൂപ്പ്, നമ്മൾ നേരത്തെ പഠിച്ച ഫോർ ലൂപ്പ് പ്രിന്റ് ചെയ്യാണ്. സോ നമ്മൾ ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ റേഞ്ച് അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾക്ക് ഇവിടെ 0, 5, 1 ഇതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഹലോ ഫ്രം വൈൽ ലൂപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹലോ ഫ്രം ഫോർ ലൂപ്പ് അല്ലേ, ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചേ. ഓക്കെ, എക്സിറ്റഡ് ഫ്രം, നമുക്കിത് എന്ത് ചെയ്യാം, ഇത് എക്സിറ്റഡ് ഫ്രം വൈൽ ലൂപ്പ് ആക്കി കൊടുക്കാം. വൈൽ ലൂപ്പ് എക്സിറ്റഡ് ഫ്രം ഫോർ ലൂപ്പ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം എന്ത് സംഭവിച്ചു. നമുക്ക് കാണാൻ സാധിക്കും 1 ഹലോ ഫ്രം വൈൽ ലൂപ്പ്, 2 ഹലോ ഫ്രം വൈൽ ലൂപ്പ്, അതുപോലെ 4 ഹലോ ഫ്രം വൈൽ ലൂപ്പ് ഉണ്ട്. അതിനുശേഷം എക്സിറ്റ്, വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫോർ ലൂപ്പിന്റെ ഒരു, ഓക്കെ ഇതെല്ലാം 5 ആണോ, y 5. ഓക്കെ, നമ്മളിവിടെ കൊടുക്കേണ്ടത് 5 അല്ല, പകരം i ആണ്. ഓക്കെ, റൺ ചെയ്യുന്നു. എന്ത് കിട്ടി, ഓക്കെ ഇതുപോലെ വന്നു. സോ ഇവിടെ ഇത് നമുക്ക് രണ്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ ഇത് നമുക്ക് 1 ആക്കി കൊടുക്കാം, കാരണം അപ്പുറത്ത് എക്സിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ. 1 ഹലോ ഫ്രം വൈൽ ലൂപ്പ് ഉണ്ട് മുതൽ 4 ഹലോ ഫ്രം വൈൽ ലൂപ്പ് ഉണ്ട്, 1 ഹലോ ഫ്രം ഫോർ ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ 4 ഹലോ ഫ്രം വൈൽ ലൂപ്പ് ഉണ്ടതിന് ശേഷം ഇവിടുന്ന് എക്സിറ്റ് ഫ്രം വൈൽ ലൂപ്പ് ഉണ്ട്, ഇവിടെ എക്സിറ്റ് ഫ്രം ഫോം ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഫോർ ലൂപ്പ് ഉണ്ട്. സോ നമുക്കിതൊന്ന് കമ്പയർ ചെയ്യാം. സോ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഫോർ ലൂപ്പിന്റെ കേസിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, അതായത് ഫസ്റ്റത്തെ നമ്മുടെ എക്സിന്റെ ഇനീഷ്യൽ വാല്യൂ, അത് നമ്മൾ റേഞ്ച് ഫംഗ്ഷന്റെ അകത്തുള്ള ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പിലിടുന്ന സമയത്തോ അതിന് ഇവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഔട്ട് ഓഫ് ദ വൈൽ ലൂപ്പിന്റെ പുറത്താണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ. ഇവിടെ എക്സിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത് റേഞ്ച് ഫംഗ്ഷന്റെ അകത്ത് തന്നെയാണ് ഫോർ ലൂപ്പിന്റെ കേസിൽ. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്? ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 5 ആവുന്ന കാലത്തോളം എന്ത് ചെയ്യണം, നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയും എന്താണ്, സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇത് രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ ഈ വൈൽ ലൂപ്പിന്റെ ഈ കണ്ടീഷൻ കൊടുക്കുന്നത് അല്ലെ. ഐയുടെ വാല്യൂ ഇവിടെ എക്സ് ആണ്, ഇവിടെ ഐ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതും എന്ത് ചെയ്യാം, എക്സ് ആക്കാം. സോ നമുക്ക് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് എക്സ് ആക്കാം, ഇതും എക്സ് ആക്കാം. ഓക്കെ, റൺ ചെയ്താൽ എന്തായാലും വർക്ക് ആവും. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം, വർക്കായി. ഓക്കെ, സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് പറയാനുള്ളത്, ഫസ്റ്റ് എക്സിന്റെ ഇനീഷ്യലൈസേഷൻ, ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നത് വൈൽ ലൂപ്പിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റേഞ്ചിന്റെ അകത്തുള്ള ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. സോ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ലെസ് ദാൻ 5-നേക്കാളും ചെറുതാ ആവണമെങ്കിലും അത്രയും കാലം ഇത് എക്സിക്യൂട്ട് ആവും. ഇവിടെ ആണെങ്കിലോ അത് ഇവിടെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ്. ഇനി ഇവിടെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്, എത്രയാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്, 1 വെച്ച് കൂട്ടുന്നു, അത് നമ്മൾ മൂന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നു. സോ ഇതാണ് വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ്. ഓക്കെ, വെരി സിമ്പിൾ ആണ്. സോ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സിൻടാക്സിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും ഒരേ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെ നമുക്ക് വൈൽ ലൂപ്പിന്റെ അകത്ത് സാധിക്കുമോ അതെല്ലാം നമുക്ക് ഫോർ ലൂപ്പിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ സാധാരണഗതിയിൽ ഇതിലത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ വൈൽ ലൂപ്പിന്, ഓക്കെ തൽക്കാലം ഇത് നമുക്ക് വേണ്ട, വൈൽ ലൂപ്പിന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും ബൂളിയൻ ആണെന്ന് പറഞ്ഞു. സോ ഈ ബൂളിയൻ ഫോൾസ് ആകുന്ന, ട്രൂ ആവുന്ന വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രിന്റ് കൊടുക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ എൽസ് എന്ന് പറഞ്ഞ ബ്ലോക്ക് കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ലൂപ്പ് ട്രൂ റിട്ടേൺ ചെയ്യുന്ന സമയത്തോളം ഇത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴെങ്കിലും ഇത് ഫോൾസ് ആയാൽ നമ്മൾ ഇഫ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, എൽസ് എവിടെ വർക്ക് ചെയ്യുക, ഇഫ് ഏതെങ്കിലും സമയത്ത് ഇഫ് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ എൽസ് വരുള്ളൂ. സോ ഇവിടെ അതുപോലെ തന്നെയാണ്, വൈൽ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർ ലൂപ്പിനും എഴുതി കൊടുക്കാൻ സാധിക്കും. സോ ഇത് എഴുതി കൊടുത്താലും ഇല്ലെങ്കിലും അടുത്ത ലൈൻ എക്സിക്യൂട്ട് ആവും, പക്ഷേ സാധാരണ ഇതിൽ ഇത് ഇങ്ങനെയാണ് കൊടുക്കാറ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഇങ്ങനെ റൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.
സോ വെരി സിമ്പിൾ ആണ്. എന്താണ് വൈൽ ലൂപ്പ്, എന്താണ് ഫോർ ലൂപ്പ്? ഓക്കെ, സോ ഫോർ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഒറ്റ ലൈനിൽ കൊണ്ട് പരിപാടി തീരും അല്ലേ? മൂന്ന് കണ്ടീഷൻസും ഇതിനകത്തുണ്ട്. ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ ഇതാണ്, ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ. ഇൻ ദ സെൻസ് ഫസ്റ്റത്തെ പാരാമീറ്റർ ആയിട്ടുള്ള ഫോർ ലൂപ്പിനകത്തുള്ള ഫസ്റ്റത്തെ പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് അത് ഇനീഷ്യലൈസേഷൻ മാനുവലി ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ വൈൽ ലൂപ്പിനകത്ത് ഇവിടെ കൊടുക്കുന്നത്. മൂന്നാമത്തേത് എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്, ഇതിനകത്താണ്. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ വൈലും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫോറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ കണ്ടന്റുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.